what you see. Oh, by the thoughts that I got, I'm still dreaming of love. Used to have a little, now I have a lot. No matter where I go, I know where I came from. ഹലോ ഫ്രണ്ട്സ്, മൊബൈൽ ടെക് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് സ്റ്റോക്ക് റോമിൽ നിന്നും റിക്കവറി ഫ്ലാഷബിൾ rom.zip ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ്. അതായത് ഫോണിലെ കസ്റ്റം റിക്കവറിയിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് റോമിനെ ഫ്ലാഷ് ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടറിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോക്ക് റോം വേണം, ext for unpacker എന്നൊരു ആപ്ലിക്കേഷൻ വേണം, അതുപോലെ meta.inf ഫോൾഡർ വേണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ഐക്കൺ അമർത്തുക. ext for unpacker ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഫോണിന് കസ്റ്റമർ റോം അവൈലബിൾ ആണോ എന്ന് നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ meta.inf ഫോൾഡർ ഉണ്ട്, അത് കോപ്പി ചെയ്യണം. meta.inf ഫോൾഡർ ഉണ്ടെങ്കിൽ മാത്രമേ കസ്റ്റം റിക്കവറിയിൽ നമുക്ക് സ്റ്റോക്ക് റോം ഫ്ലാഷ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റോക്ക് റോം അല്ലെങ്കിൽ കസ്റ്റം റോം ഫ്ലാഷ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അത് വേണം. എൻ്റെ ഫോണിന് കസ്റ്റം റോം അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിവിടെ meta.inf ഫോൾഡർ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ അത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് meta.inf ഫോൾഡർ. ഇതിലാണ് കസ്റ്റം റിക്കവറിയിൽ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. എൻ്റെ ഫോണിൻ്റെ കസ്റ്റം റോം ഞാൻ നിങ്ങളിപ്പം കാണിക്കാം. ഇതിൽ 3 കാര്യങ്ങളാണുള്ളത്: meta.inf ഫോൾഡർ, സിസ്റ്റം ഫോൾഡർ, അതുപോലെ boot.im. ഇത്രയും കാര്യങ്ങളാണ് കസ്റ്റം റോമിലുള്ളത്. ഇനി ഞാൻ എൻ്റെ ഫോണിൻ്റെ സ്റ്റോക്ക് റോം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിൽ കുറേ ഫയൽസ് ഉണ്ട്. ഇതെല്ലാം ഒന്നും നമുക്ക് വേണ്ട. ഇതിലാകെ boot.imgയും അതുപോലെ system.img മാത്രം നമുക്ക് മതി. ഈ 2 ഫയൽസ് മാത്രം മതി. അപ്പോൾ ഈ system.imgയിലാണ് നമ്മുടെ ഫോണിൻ്റെ ഫേംവെയർ ഉള്ളത്, അതായത് സ്റ്റോക്ക് റോം. അതിൻ്റെ എല്ലാ കാര്യങ്ങളായിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ 2 ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഒരു ഫോൾഡറിൻ്റെ പേര് സ്റ്റോക്ക് റോം എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക. പിന്നെ സിസ്റ്റം എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. സിസ്റ്റം ഫോൾഡറിൻ്റെ S ക്യാപിറ്റലായിരിക്കണം. ഇപ്പോൾ ഞാൻ boot.imgനെ ഡെസ്ക്ടോപ്പിലെ സ്റ്റോക്ക് റോം എന്ന ഫോൾഡറിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഇനി meta.inf ഫോൾഡറിനെ സ്റ്റോക്ക് റോം എന്ന ഫോൾഡറിലേക്ക് മൂവ് ചെയ്യണം. ഇപ്പോൾ സ്റ്റോക്ക് റോം എന്ന ഫോൾഡറിൽ meta.inf ഫോൾഡറും boot.img ഉണ്ട്. ഇനി system.imgനെ ഉള്ള എല്ലാ കണ്ടൻസും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. അതിനായിട്ട് ext for unpacker ഓപ്പൺ ചെയ്യണം. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ പറ്റും. ഇവിടെ ഒരു ഫോൾഡറിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എക്സ്പ്ലോററിൻ്റെ വിൻഡോ ഓപ്പൺ ആയി വരും. എന്നിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോക്ക് റോം എവിടെയാണോ സേവ് ചെയ്യുന്നത് ആ ഫോൾഡറിൽ പോയിട്ട് system.img ഫയൽ ഓപ്പൺ ചെയ്യണം. ഇത് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് എക്സ്ട്രാക്റ്റ് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം എന്ന ഫോൾഡർ സെലക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് എക്സ്ട്രാക്റ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കും. എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക. ഞാൻ സിസ്റ്റം ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഫോൾഡറിലെല്ലാം ഫയൽസും എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ സിസ്റ്റം ഫോൾഡറിനെ സ്റ്റോക്ക് റോം ഫോൾഡറിലോട്ട് മൂവ് ചെയ്യണം. ഇനി ഇത് 3ഉം സെലക്ട് ചെയ്തിട്ട് സിപ്പായിട്ട് കംപ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ WinRAR യൂസ് ചെയ്യാണ്. അതുകൊണ്ട് ആഡ് ടു ആർച്ചീവ് കൊടുക്കുകയാണ്. ആർച്ചീവ് നെയിം നിങ്ങൾക്ക് വേറൊരു പേര് കൊടുക്കാം. ആർച്ചീവ് ഫോർമാറ്റ് സിപ്പ് സെലക്ട് ചെയ്യണം. കംപ്രഷൻ മെത്തേഡ് നോർമൽ ആയിരിക്കണം. എന്നിട്ട് ഓക്കെ കൊടുക്കണം. ഇപ്പോൾ കംപ്രസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റോക്ക് rom.zip എന്ന് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്ക് റോമിൽ നിന്നും റിക്കവറി ഫ്ലാഷബിൾ സിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റോക്ക് റോമിനെ കസ്റ്റം റിക്കവറിയിലൂടെ ഫ്ലാഷ് ചെയ്യാൻ പറ്റും. കസ്റ്റം റോം ഫ്ലാഷ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഫ്ലാഷ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഫ്ലാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.